ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കച്ചവടത്തിനായിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ നീലേശ്വരത്തേക്ക് വരുന്നത്. പിന്നെ നീലേശ്വരത്ത് എങ്ങനെ കച്ചവടം ഉണ്ടോ നോക്കാം. രാവിലെ തന്നെ എൻ്റെ നാടായ കോളിച്ചാൽ നിന്ന് നമ്മൾ നേരെ പോകും തായന്നൂർ എണ്ണപ്പാറ നേരെ കാലിച്ചാടുക്കം വഴി നീലേശ്വരത്തേക്കാട്ടോ. നമുക്ക് കാഞ്ഞങ്ങാട് നിന്ന് നീലേശ്വരത്തേക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ നീലേശ്വരത്തേക്ക് വാന്ന്. അങ്ങനെ നീലേശ്വരത്തേക്കുള്ള യാത്രയിലാട്ടോ. വഴിക്ക് ഒടിയിട്ടമാവെന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ചോയങ്കോട് കുറെ നേരം നിർത്തിയേട്ടോ. ചോയങ്കോട് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ സാധനം വാങ്ങി. അങ്ങോട്ടുള്ള വഴി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. അടുത്ത നമുക്ക് കിട്ടിയത് ചായോത്ത് സ്കൂളായിരുന്നു. ആ സ്കൂള് വിട്ട ടൈം ആയിരുന്നു കേട്ടോ. അവിടെയും നമുക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഫോളോവേഴ്സിനോടൊക്കെ വർത്താനം പറഞ്ഞ് കൈയൊക്കെ കാണിച്ചാൽ നേരെ പോകുന്നത്. അവന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ചെറിയൊരു ക്യാമ്പസ് ഒക്കെ കണ്ടു. അങ്ങനെ ഞാൻ നീലേശ്വരം ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പം നീലേശ്വരം ടൗണിൽ ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും കച്ചവടത്തിനായിട്ട് ആദ്യമായിട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി വെക്കുന്ന കാര്യത്തിൽ നല്ല പേടിയും അതുകൂടാതെ നല്ല കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ ഞാൻ ഒരു റൗണ്ട് മൊത്തം നമ്മുടെ നീലേശ്വരം ടൗൺ കറങ്ങിയിട്ടാ. ബസ് സ്റ്റാൻഡ് സ്ഥലം ഉണ്ടോ നോക്കി അവിടെ ഇല്ല. അവസാനം നമുക്ക് കോൺവെന്റ് ജംഗ്ഷനിൽ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഞാൻ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടി വെച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെ നീലേശ്വരത്ത് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ പാത്രം വണ്ടിയും തെറിച്ചു പോയി കേട്ടാ. ഉണ്ണി ആ പാത്രം എടുക്കാൻ ഓടുന്ന ഓട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇനിയും ഇതുപോലെ പുതിയ നാട്ടിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ബാക്കി അപ്പം നാളെ.